പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ കർത്താവ് കൈപിടിച്ചു കൊണ്ടുവരിക. കർത്താവ് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കുടുംബങ്ങളെ സാത്താനിൽ നിന്ന് രക്ഷിക്കാൻ, നിങ്ങളുടെ മക്കളെ തിന്മകളിൽ നിന്ന് കാത്തുകൊള്ളാൻ, നിങ്ങളുടെ ശരീരങ്ങളെ രോഗങ്ങളിൽ നിന്ന് വിടുവിക്കാൻ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെയും തൊഴിൽ മേഖലകളെയും കടബാധ്യതകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും വിടുവിക്കാനായി കർത്താവ് കൈപിടിച്ച് ഈ ഒരു ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ട മക്കളെ, ഇതൊരു അത്ഭുത പള്ളിയാണ്. ഭാരതത്തിലെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയാണ്. വത്തിക്കാൻ്റെ കീഴിൽ വന്ന ആദ്യത്തെ പള്ളിയാണ് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി. വാസ്കോ ഡി ഗാമയോടൊപ്പം വന്ന പേദ്രോ ദെ കോവിൽഗാം എന്ന ഈ ഭൂമിയിൽ രക്തം ചിന്തിയ ആദ്യത്തെ വത്തിക്കാൻ്റെ ഭാഗത്തുനിന്ന് വന്ന ആദ്യത്തെ മിഷണറി. പ്രിയപ്പെട്ട മക്കളെ, അതിലൂടെയാണ് മറ്റെല്ലാ ക്രൈസ്തവരും റോമൻ കത്തോലിക്ക ആ സഭയിലേക്ക് വരാൻ കാരണമായ അത്ഭുത പള്ളിയാണിത്. ഇവിടെ നിന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു കിട്ടും. കാരണം അനവധിയായ ഗ്രേറ്റ് മിഷണറിമാര് ഇവിടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള അൽത്താരയാണ്. പൗലോസ് പെരേനി പിതാവ്, ലയോൺ പ്രോസ്പെറിയ പിതാവ്, ആൽദോ മരിയ പത്രോണി പിതാവ്, മാക്സിവൽ വലൻറൈൻ നൊറോണോ പിതാവ്, ഇവരെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്ന അത്ഭുത ദേവാലയമാണ്. പ്രിയപ്പെട്ട മക്കളെ, അരുണോസ് പാതിരി വികാരിയായിട്ട് ഇരുന്നിട്ടുള്ള പള്ളിയാണ്. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ്. ഈ പള്ളിയുടെ ആനവാതിലിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോയുണ്ട്. അത് പാരമ്പര്യം പറയുന്നത് സുവിശേഷകനായ ലൂക്ക വരച്ച 4 പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളിൽ ഒന്നാണ് പള്ളിയുടെ ആനവാതിലിനോട് ചേർന്നുള്ള ആ അത്ഭുത പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ. ഈ ദേവാലയത്തിൽ നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മറ്റൊരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം ഇവിടെ നടക്കുന്ന വിശുദ്ധ അന്തോനീസിനോടുള്ള ഭക്തിയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ആദ്യം വിശുദ്ധ അന്തോനീസിൻ്റെ ഭക്തി ആരംഭിച്ച പള്ളികളിൽ ഒന്നാണ് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിൽ. ഇവിടെ വൈകുന്നേരം നടക്കുന്ന ശുശ്രൂഷയിൽ, യൂട്യൂബിലൂടെ നടക്കുന്ന ശുശ്രൂഷയിൽ 10,000 ലൈവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ 100 കണക്കിന് ആളുകൾ ഈ ദേവാലയത്തിൽ വന്ന് അന്നേ ദിനം നടക്കുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു. ആ ശുശ്രൂഷയിലെല്ലാം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ കെട്ടുകൾ അഴിയാൻ, നിങ്ങളുടെ ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടാൻ, കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ, മാരകമായ രോഗങ്ങൾ വിട്ടുമാറാൻ, തലവേദനകൾ, തലകറക്കങ്ങൾ, തുമ്മലും ജലദോഷവും അലർജിയും കാലുവേദനകളും കാൽപാദം നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥകളും വീട്ടിലെ കലഹങ്ങളും അസ്വസ്ഥതകളും വിട്ടുമാറാനായി എല്ലാ ചൊവ്വാഴ്ചകളും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കുകയാണ് എല്ലാ ദിവസവും. പ്രധാനമായിട്ട് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ തൊഴിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ മേൽ കണ്ണു വെച്ചിരിക്കുന്ന സാത്താനെയും അതിൻ്റെ മേൽ കണ്ണു വെച്ചിരിക്കുന്ന തിന്മയുടെ ശക്തികളെയും ശത്രുക്കളെയും ശത്രുദോഷങ്ങളെയും തിന്മയുടെ രൂപികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ, ഉപദേശം നൽകുന്നൊരു ശുശ്രൂഷ അല്ല ഇത്. ഇത് മക്കളെ ഡെലിവറൻസിന്റെ ശുശ്രൂഷ, ഇത് പിശാച് ബഹിഷ്കരണത്തിന്റെ ശുശ്രൂഷ. നിങ്ങളിത് പങ്കെടുക്കുമ്പോൾ തന്നെ അച്ഛന് ലിയോ 14 പാപ്പ നൽകിയ
അധികാരത്തോട് ചേർന്ന്, എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ ആശീർവാദത്തോട് അനുഗ്രഹത്തോട് ചേർന്ന്, എനിക്ക് ബെനഡിക്റ്റ് പാപ്പ നൽകിയ ആശീർവാദത്തോട് അനുഗ്രഹത്തോട് ചേർന്നുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയിൽ വെച്ച് ഈ അത്ഭുത അൾത്താറിൽ വെച്ച് നടത്തുമ്പോൾ അതിന് ഇരട്ടി അഭിഷേകം കിട്ടുക. മോനെ, നീ വിശ്വസിച്ചാൽ മതി. മോളെ, നീ വിശ്വസിച്ചാൽ മതി. നിന്റെ വീട്ടിലേക്ക്, നിന്റെ പറമ്പിലേക്ക് നുഴഞ്ഞു കയറുന്ന ഏത് വിധത്തിലുള്ള ജീവികളാണെങ്കിലും, നാശകരമായ ശക്തികളാണെങ്കിലും, പ്രകൃതി വിരുദ്ധ ശക്തികളാണെങ്കിലും, നിരന്തരമുള്ള അപകടങ്ങളാണെങ്കിലും, കടബാധ്യതകളാണെങ്കിലും, നീ ഈശോയേ എന്ന് ഈ ശുശ്രൂഷയിൽ വിളിച്ചാൽ മതി. കർത്താവ് നിന്റെ കാര്യത്തിൽ ഇടപെടുകയും നിന്റെ മേൽ ഇറങ്ങി വരികയും ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ മലേഷ്യയിൽ കോലാലംപൂരിൽ പോയി. എനിക്കവിടെ പ്രത്യേകം എന്നെ സ്വീകരിച്ച് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് ഒരു ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആൻഡ്രൂസിന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടാണ് അവര് വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ സിംഗപ്പൂരിൽ നിന്നൊരു കുടുംബം യാത്ര ചെയ്ത് വന്ന് അവരുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, പ്രിയപ്പെട്ട മക്കളെ, ആൻഡ്രൂസിനെ പോലെ, അതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്ന് വന്ന് പ്രാർത്ഥിച്ച അവരെ പോലെ അവിടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ പേര് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ മക്കളെല്ലാവരെയും ഞാൻ സമർപ്പിക്കുക. ആൻഡ്രൂസ് പ്രാർത്ഥിച്ചത് തൻ്റെ മകന് വേണ്ടിയാ, ആൻഡ്രൂസിന്റെ സൗഖ്യത്തിന് വേണ്ടിയാ. അതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്ന് വന്ന കുടുംബം പ്രാർത്ഥിച്ചത് അവരുടെ മൂത്ത കുഞ്ഞിന് വേണ്ടിയാ. ആ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റുന്നില്ല, ആ കുഞ്ഞിന് ഉറങ്ങാൻ പറ്റുന്നില്ല, ആ കുഞ്ഞിന് അസ്വസ്ഥയാ, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളാ. പ്രിയപ്പെട്ടവർ, ഇതേപോലെ പീഡകൾ അനുഭവിക്കുന്ന എത്രയോ മക്കളുണ്ട്. മാതാപിതാക്കളാകെ വിഷമിക്കുക, ഭയപ്പെട്ടു പോയിരിക്കുക. കർത്താവിനല്ലാതെ ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടാൻ വേറെ ആർക്കും സാധിക്കില്ല എന്ന് അവർ വിശ്വസിക്കുക. അതുപോലെ അവിടുത്തെ കത്തീഡ്രൽ പള്ളി, കോലാലംപൂരിലെ കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയപ്പോൾ അനേകം പേരെന്നെ കാണാൻ വേണ്ടി വന്നു. അരമണിക്കൂറുകൾ യാത്ര ചെയ്താണ് അവിടെ വന്നത്. പ്രിയപ്പെട്ടവർ, ആ മക്കളെല്ലാവരെയും സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സുകളിലെല്ലാം പ്രാർത്ഥനാ സഹായം എഴുതി അയക്കുന്ന ആൾക്കാർ കത്തുകളിലൂടെ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, കോൺവെന്റ് റോഡ്, കോഴിക്കോട് 32, അതിലൂടെയൊക്കെ ഒരുപാട് പേര് അപേക്ഷകൾ എഴുതി അയക്കുന്നുണ്ട്. അവരെല്ലാവരുടെ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. മക്കളെ, ആ കണ്ണുനീരെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും വലിയ ഡോക്ടർ, ഈ വിടുതൽ നടത്തുന്നവൻ സന്നിഹിതനാണ്. എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കാനാണ്. ഇന്ന് നമുക്ക് ലഭിച്ച വചനം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതലുള്ള വചനമാണ്. 32, 33 വചനം. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാചുബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഇതുപോലൊരു സംഭവം ഇസ്രയേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ പണ്ട് കോഴിക്കോട് ടൗൺ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, സിറ്റി സെന്റ് ജോസഫ് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് സംസാരിക്കാൻ കഴിവില്ലാത്തൊരു കുഞ്ഞിനെ ഗൾഫിൽ നിന്ന് മാതാപിതാക്കന്മാർ കൊണ്ടുവന്നത് ഞാൻ ഓർക്കുകയാണ്. മക്കളെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ 5-6 വയസ്സുള്ള കുഞ്ഞിൻ്റെ ആ തൊണ്ടയിലെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ സംസാരത്തിൻ്റെ കെട്ടുകൾ വിട്ടുമാറിയത് ഞാൻ ഓർക്കുകയാണ്. മക്കളെ, അത് കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നതിൻ്റെ തെളിവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും സമർപ്പിക്കുക. സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള മക്കള്, വിക്കുള്ള മക്കള്, പറഞ്ഞാൽ തിരിയാത്ത മക്കള്, സംസാര ശേഷിയില്ലാത്തവര്, ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റാത്തവര്, പെട്ടെന്ന് ശബ്ദം അടഞ്ഞു പോകുന്നവര്, ഇവരെല്ലാവരെയും സമർപ്പിച്ച് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ഇന്ന് അച്ഛൻ ഇറ്റാലിയൻ ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരും പറഞ്ഞേ ആമേൻ.
എല്ലാവരും പറഞ്ഞേ ആമേൻ. എല്ലാവരും പറഞ്ഞേ ആമേൻ. എന്നിട്ട് കരങ്ങൾ കൂപ്പി പിടിച്ച്, നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലേലും യേശുനാമത്തിലുള്ള ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണിത്. Sangue di Cristo, unigenito del Padre, salva questo popolo, libera questo popolo. Sangue di Cristo, verbo incarnato, salva questo popolo, libera questo popolo. Sangue di Cristo, sorghi dalla flagellazione della corona di spina, salva questo popolo, libera questo popolo. കർത്താവിൻ്റെ ആ മുൾക്കിരീടത്തിൽ ഒഴുകിയ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ വിടുതൽ നൽകാനുള്ള പ്രാർത്ഥന. സാങ്കുതി ക്രിസ്തുനൂക്കരിസ്തിയ, ദിവ്യകാരുണ്യത്തിലുള്ള തിരുരക്തമേ, libera questo popolo, salva questo popolo da ogni male. Bevendo l'avacro delle anime, salva questo popolo, libera questo popolo. Sangue di Cristo, vincitore del demonio, ക്രിസ്തുവിന്റെ തിരുരക്തമേ, പിശാചിനെ തോൽപ്പിച്ചവനെ, salva questo popolo, libera questo popolo da ogni male. Sangue di Cristo, aiuto degli oppressi, salva questo popolo, libera questo popolo. Gesù Salvatore, Signore mio, Dio mio, con il tuo sacrificio della croce tu ci hai redenti, tu ci hai sconfitto il potere di Satana. Io ti dico, Satana, vai via dalla vita di questo popolo. Nel nome di Gesù, salva questo popolo, libera questo popolo. Alleluia, 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 alleluia. Te lo chiedo nel tuo nome. യേശുനാമത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. te lo chiedo per le tue piaghe, നിന്റെ തിരുമുറിവുകളുടെ നാമത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. te lo chiedo per il tuo sangue, നിന്റെ വിശുദ്ധമായ തിരുരക്തത്തിന്റെ ശക്തിയാലാണ് ഞാനിത് ചോദിക്കുന്നത്. te lo chiedo per la tua croce, കുരിശിന്റെ ശക്തിയാലാണ് ഞാനിത് ചോദിക്കുന്നത്. te lo chiedo per l'intercessione di Maria Immacolata Addolorata, വേദനിച്ച പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയിലാണ് ഞാനിത് ചോദിക്കുന്നത്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Caccia via da loro i malefici, le stregonerie, le magie nere, le messe nere, le fatture, le gatture, maledizioni, malocchio, l'infestazione diabolica, l'ossessione diabolica, la possessione diabolica, tutto ciò che è male, peccato, invidia, gelosia, rabbia, angoscia, disperazione, brucia tutti questi mali. എല്ലാ തിന്മകളെ കത്തിച്ച് ചാമ്പലാക്കി, brucia tutti questi mali nell'inferno, perché non abbiano mai più toccare questo popolo. ഈ ജനത്തെ പിശാച് തിന്മ ഇനി തൊട്ടുപോകരുതെന്ന് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഈ മാസം 15, 16, 17 തീയതികളില് മരിയാപുരം നെയ്യാറ്റിൻകരയിലെ കർമ്മല മാതാവിൻ്റെ ദേവാലയത്തില് 3 ദിവസത്തെ ശുശ്രൂഷ അച്ഛൻ ഒരുക്കുന്നുണ്ട്. തിരുവനന്തപുരം, നെയ്യാറ്റിൻകര ആ ഭാഗങ്ങളിലുള്ള എല്ലാ മക്കളെയും ഞാൻ നെയ്യാറ്റിൻകര മരിയാപുരം കർമ്മല മാതാവിൻ്റെ പള്ളിയിൽ 15, 16, 17 ദിവസങ്ങളിലെ സായാഹ്ന ധ്യാനത്തിനായി ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ഇവിടെ നടക്കുന്ന ശുശ്രൂഷയ്ക്ക് അച്ഛൻ നേതൃത്വം കൊടുക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹത്തോടെ ചൊവ്വാഴ്ച ദിവസം ഈ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ.